മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭൂമിയിൽ സ്വർഗമുണ്ടെന്ന് പറഞ്ഞിട്ടുള്ളത് രണ്ട് സ്ഥലത്താണ്. ഒന്ന് മാബൈന ഖബരി വ മിംബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന. മറ്റൊന്ന് മജ്ലിസുൽ ഇൽമി റൗളത്തും മിൻ റിയാദിൽ ജന്ന. എൻ്റെ ഖബറിൻ്റെയും എൻ്റെ മിമ്പറിൻ്റെയും ഇടയിലുള്ള സ്ഥലം സ്വർഗത്തോപ്പുകളിൽ വെച്ചൊരു തോപ്പാണ്. ഇൽമ് കേൾക്കാൻ വേണ്ടി ആളുകൾ ഇരിക്കുന്ന സ്ഥലം മജ്ലിസുൽ ഇൽമ്, അല്ലെങ്കിൽ ഇൽമ് പറയാൻ വേണ്ടിയിരിക്കുന്ന സ്ഥലം മജ്ലിസുൽ ഇൽമ് റൗളത്തും മിൻ റിയാദിൽ ജന്നയാണ്. ഈ രണ്ട് സ്വർഗത്തോപ്പുകളും തമ്മിൽ എന്താണ് ബന്ധമെന്ന് ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ കിട്ടിയ ഒരു ഉത്തരം, മജ്ലിസുൽ ഇൽമും സ്വർഗത്തോപ്പാണ്, മാബൈന ഖബരി വ മിംബരിയും സ്വർഗത്തോപ്പാണ്. അപ്പൊ ഈ രണ്ട് സ്വർഗങ്ങൾ തമ്മിൽ എന്തായിരിക്കും ബന്ധം എന്നിങ്ങനെ ചിന്തിച്ചപ്പോൾ കിട്ടിയ ഒരു ഉത്തരം, യഥാർത്ഥത്തിൽ റൗളത്തും മിൻ റിയാദിൽ ജന്ന എന്ന് പറഞ്ഞ മാബൈന ഖബരി വ മിംബരി എന്ന് പറഞ്ഞ സ്ഥലവും ഇൽമിന്റെ സ്ഥലം തന്നെയായിരുന്നു എന്നാണ്. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബാ കിറാമിന് ഇൽമ് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി തെരഞ്ഞെടുത്ത സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു മുദരിസ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന സ്ഥലമാണ് യഥാർത്ഥത്തിൽ. അത് വീട്ടിൽ നിന്ന് പള്ളിക്കും പള്ളിയിൽ നിന്ന് വീട്ടിൽക്കും നടന്ന സ്ഥലം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ അല്ലെങ്കിൽ മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിൽ രണ്ടും ഒന്ന് തന്നെയാണ്. അവിടുന്ന് ഇങ്ങനെ പള്ളിക്ക് ഇൽമു പറഞ്ഞു കൊടുക്കാൻ വേണ്ടി വരിക, ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് പോവുക, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നി നമ്മളെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ മുദരിസ് ഉലാത്തിയിരുന്ന ആ സ്ഥലമാണ് റൗളത്തും മിൻ റിയാദിൽ ജന്ന എന്ന് പറഞ്ഞത്. പള്ളികളിൽ സ്വർഗമുണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷെ അത് ദർസുള്ള പള്ളിയിലാണ് എന്ന് മറുപടി പറയേണ്ടി വരും. ഈ രണ്ട് ഹദീസും കൂടിയും ചേർത്ത് വെച്ചാൽ. ദീർഘമായ ഒരു സംസാരത്തിന് വേണ്ടി ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തല്ല. ബഹുമാനപ്പെട്ട ഉസ്താദിനെ ഇരുത്തി മദ്ഹ് ചെയ്യാനും ഞാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുന്നില്ല. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ സയ്യിദുൽ ഉലമ, അള്ളാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ, പറയേണ്ട എല്ലാ കാര്യങ്ങളും വളരെ സവിസ്തരം നല്ല ഒരു പ്രഭാഷണം ഇവിടെ നടത്തിയിട്ടുണ്ട്. പറയേണ്ട എല്ലാ ഉലമാക്കളെയും ആലിമീങ്ങളെയും ഒക്കെ അതിൽ പരാമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാനൊരൊറ്റ വാക്കിൽ അത് ഒരുക്കാണ്. എന്നുള്ളടത്ത് സൗകര്യത്തിന് സബുക്കിന് നമുക്ക് ദർസ് നടത്താൻ വെക്കാം. അങ്ങനെ നമ്മൾ പറയലുണ്ടല്ലോ, ദർസിന് സബുക്ക് എന്നും സബുക്കിന് ദർസ് എന്നും പറയലുണ്ടല്ലോ. ആ ഒരു വാക്കിൽ ഞാൻ അത് ഒതുക്കുകയാണ്. ഒരു വളരെ മഹത്തായ ഒരു പരിപാടിയാണ് നമ്മളിവിടെ സംഘടിപ്പിച്ചത്. ഇൽമിന്റെ അഹ്ലുകാരെ ആദ്യമായി ആദരിച്ചതായി ചരിത്രത്തിൽ നമ്മൾ കാണുന്നത് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് മുത്തുനബിയെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവർക്കും അറിയണ ഒരു ഹദീസ് തന്നെ. കാലിന്റെ മുട്ടോട് മുട്ട് ചേർത്ത് വെച്ചിരുന്നിട്ട് 3 ചോദ്യങ്ങൾ അല്ലെങ്കിൽ 4 ചോദ്യങ്ങൾ ചോദിച്ച് അതിന് കൃത്യമായ മറുപടി പറഞ്ഞപ്പോ ഒരു അംഗീകാരം നൽകിയിട്ട് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം പോകുമ്പോ ഒരു ചോദ്യം കൂടി ചോദിച്ചു, ഖിയാമത്ത് എന്നേക്കാരെന്ന്. പോകുമ്പോ ഒരു ചോദ്യം ചോദിച്ചു, ഖിയാമത്ത് എന്നായിരിക്കും എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞൊരു മറുപടി, മൽ മസ്ഊലു അൻഹാ ബി അഅലമ മിനസ്സായിലി. അതിനെപ്പറ്റി ചോദിച്ച ആളും ചോദിക്കപ്പെട്ട ആളും ഒരേ മാതിരി തന്നെയാണ് എന്ന് പറഞ്ഞാൽ അതിന് 2 മാനുണ്ട്. അത് ഞമ്മക്ക് രണ്ടാക്കും അറിയില്ല എന്നും അതിനർത്ഥമുണ്ട്. അത് ഞമ്മക്ക് രണ്ടാക്കും മാത്രം അറിയണ ഒരു കാര്യമാണ്. ആൾക്കാരുടെ ഇടയിൽ കള്ളി പൊളിച്ചണ്ടെന്നും ഒരർത്ഥം അതിനുണ്ട്. ചോദിക്കപ്പെട്ട ആളും ചോദിച്ച ആളും ആ വിഷയത്തിൽ ഒരേ മാതിരിയാണ് എന്ന് പറഞ്ഞാൽ ഞമ്മക്ക് രണ്ടാക്കും മാത്രമേ ആ വിഷയത്തിൽ അറിയുള്ളൂ, വേറെ ആർക്കും അറിയില്ല, അങ്ങനെ അർത്ഥം വെക്കാം. അല്ലെ ഞമ്മക്ക് രണ്ടാക്കും അതിൽ വിഷയത്തിൽ ഒരേ മാതിരിയാണ് വിവരം എന്ന് പറഞ്ഞാൽ രണ്ടാക്കും അറിയില്ല എന്ന് അർത്ഥം വെക്കാം. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി പറയുമ്പോൾ ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ പറ്റി പറയുമ്പോഴും രണ്ടാമത്തെ അർത്ഥാണ് കൂടുതൽ ഫിറ്റാകുക എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പോ സയ്യിദുനാ ജിബ്രീൽ അലൈഹി ഇസ്ലാം മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അങ്ങനെ ഒരു അംഗീകാരം നൽകി. ഈ അള്ളാഹുവിന്റെ വഴിയിലേക്ക് യാത്ര ചെയ്യുന്ന മനുഷ്യനെ പിന്തിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന പിശാച്
ചെയ്യാറുള്ള വലിയൊരു പണിയാണ് എപ്പോഴും അടച്ചാക്ഷേപിക്കുക എന്നുള്ളൊരു സ്വഭാവം. മൂല്യന്മാരൊക്കെ കണക്കന്നെ എന്ന് പറയിപ്പിക്കുക, ആജ്യന്മാരൊക്കെ കണക്കന്നെ എന്ന് പറയിപ്പിക്കുക, രാഷ്ട്രീയക്കാരൊക്കെ കണക്കന്നെ എന്ന് പറയിപ്പിക്കുക, നേതാക്കന്മാരൊക്കെ കണക്കന്നെ എന്ന് പറയിപ്പിക്കുക. ഇങ്ങനൊരു പണി ശൈത്താൻ വല്ലാതെ ചെയ്യലുണ്ട്. ചിലപ്പോൾ നമ്മളൊക്കെ ശൈത്താന്റെ വലയപ്പെട്ടാൽ അങ്ങനെ പറയും, രാഷ്ട്രീയക്കാരൊക്കെ കണക്കന്നെയാണ്, ആജ്യന്മാരൊക്കെ നമ്മക്കറിയാലോ, മൂല്യന്മാരൊക്കെ കണക്കന്നെ എന്നൊക്കെ പറയും. വാസ്തവത്തിൽ അറിയുന്ന ഒരു മൂല്യര് ചിലപ്പം കണക്കൈക്കാരം. എല്ലാ മൂല്യന്മാരും കണക്കാന്ന് പറഞ്ഞാൽ ആദം നബിയാണ് ഏറ്റവും വലിയ മൂല്യര്. ആജ്യന്മാരൊക്കെ കണക്കന്നെ എന്ന് പറഞ്ഞാൽ സയ്യിദ്ന ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമാണ് ആദ്യത്തെ ആജ്യര്. രാഷ്ട്രീയക്കാരൊക്കെ കണക്കന്നെ എന്ന് പറഞ്ഞാൽ 1,24,000 അമ്പിയാക്കൾ വന്നതിൽ എല്ലാവരും രാഷ്ട്രീയക്കാരാണ്. 4 അബ്ബാസിയ ഭരണാധികാരികളോടൊപ്പം ഭരണത്തിൽ പങ്കുചേർന്നിട്ടുണ്ട് മഹാനായ സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അതുകൊണ്ട് നമ്മൾ വിഷയങ്ങളെ വളരെ ആഴത്തിൽ പഠിക്കാൻ വേണ്ടി തയ്യാറാവണം എന്ന് സാന്ദർഭികമായി എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഇൽമിനും ഇൽമിന്റെ അഹ്ലുകാർക്കും ഈ ശരീഅത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി അൽ ഉലമാ വറസത്തുൽ അംബിയാ എന്ന ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നമ്മളെല്ലാവരും മക്കളുണ്ടാവാൻ വേണ്ടി ദ്വാരക്കുന്ന ആൾക്കാരാണ്. മക്കള് സ്വാലിഹീങ്ങളാവാൻ വേണ്ടി എല്ലാവരും ദ്വാരക്കലുണ്ട്. അള്ളാഹു നമ്മളൊക്കെ മക്കളെ സ്വാലിഹീങ്ങളാക്കി തരട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യാണ്. ഈ മക്കള് ഉണ്ടാവണമെന്ന് ദ്വാരക്കുമ്പോ പലപ്പോഴും നമുക്ക് ഓർമ്മയിൽ വരാറുള്ള ഒരു ദുആ ബഹുമാനപ്പെട്ട സയ്യിദുനാ സക്കരിയ നബി അലൈഹി ഇസ്ലാമിന്റെ ദുആയാണ്. കഫഹായൻ സാദ് ദിക്റു റഹ്മത്തി റബ്ബിക അബ്ദഹു സക്കരിയ ഇദ് നാദാ റബ്ബഹു നിദാന ഖഫിയ ഖാല റബ്ബി ഇന്നി വഹനൽ അദ്മു മിന്നി വസ്തഅല അർ-റഅസു ശൈബ വലം അകും ബിദുആഇക റബ്ബി ശഖിയ. സയ്യിദുനാ സക്കരിയ അലൈഹിസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്ത ഒരു ദുആ ഓർമ്മയ്ക്ക് വരും. അനക്കെന്തിനാ കുട്ടി ഉണ്ടാകണേന്ന് ചോദിച്ചാൽ നമുക്ക് ആദ്യം കൽബക്ക് വരിക കുറെ സൂപ്പർ മാർക്കറ്റും കണ്ണടപ്പീടിയും ട്രാവൽസും കച്ചവടം റബ്ബർ എസ്റ്റേറ്റും തെങ്ങുളപ്പൊക്കെ ഉള്ളതല്ലേ, അതിനൊരു അനന്തരാവകാശിയെ വേണ്ടേന്നാണ്. അനന്തരാവകാശിയെ ചോദിച്ചതായി ഖുർആനിലുള്ളത് സക്കരിയ നബിയാണ്. യരിസുനി വയരിസു മിൻ ആലി യഅഖൂബ വജഅൽഹു റബ്ബി റളിയാ. എന്നിൽ നിന്നും ആലി യഅഖൂബിൽ നിന്നും അനന്തരമെടുക്കുന്ന ഒരു അനന്തരാവകാശിയെ തരണേ എന്ന് സയ്യിദുനാ സക്കരിയ അലൈഹിസ്സലാം കുട്ടിക്ക് വേണ്ടി ദുആ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഈ ആയത്തിന്റെ തഫ്സീറിൽ കാണാം അമ്പിയാക്കൾക്ക് സ്വത്തിൽ അനന്തരാവകാശമില്ലാത്തവരാണ്. നഹ്നു മആശിറൽ അംബിയാഇ ലാ നൂറസു എന്ന് ഹബീബുനാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ അമ്പിയാക്കളുടെ സമൂഹം സ്വത്തിൽ അനന്തരമില്ലാത്തവരാണെന്ന് പുണ്യനബി പറഞ്ഞിരിക്കുന്നു. അമ്പിയാക്കളുടെ അനന്തരം എന്ന് പറയുന്നത് സ്വത്തിലല്ല, യഥാർത്ഥത്തിൽ ഒറ്റ നബിയും വഫാത്തായിട്ട് ലോകം ഭരിച്ചവരാ സുലൈമാനുൻ നബി, അവർ വട്ടി നെയ്താ ജീവിതം യാ സാഹിബി. രാജ്യം ഭരിച്ചവരാണ് ദാവൂദുൻ നബി, പടയങ്കി നെയ്ത ജീവിതം യാ സാഹിബി. ഒരൊറ്റ നബിയും ലോകം ഭരിച്ച അമ്പിയാക്കളൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ ഒരു നബിയും വഫാത്തായിട്ട് മക്കൾക്ക് ഓഹരി ചെയ്യാൻ മുതലുണ്ടായിട്ടില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായിട്ട് പോലും ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാക്ക് ഉപ്പാന്റെ ഓരി എന്നുള്ള നിലയിൽ കിട്ടാൻ മുതലുണ്ടായിട്ടില്ല. അമ്പിയാക്കൾ സ്വത്തിൽ അനന്തരമില്ല. അമ്പിയാക്കളുടെ അനന്തരം എന്ന് പറയുന്നത് ഇൽമാണ്. അൽ ഉലമാ വറസത്തുൽ അംബിയാ ആണ്, ലക്ഷണമൊത്ത ആലിമീങ്ങൾ. ജിഫ്രി മുസ്തിഖോയ തങ്ങൾ പറഞ്ഞു ആലിമീങ്ങളുടെ ലക്ഷണങ്ങൾ മഹാനവറുകൾ ഇങ്ങനെ സംസാരത്തിന്റെ ഇടയിൽ ഇങ്ങനെ ഉൾപ്പെടുത്തി തിരിണവർക്ക് തിരിണ കോലത്തിൽ മഹാനവറുകൾ അത് വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ ലക്ഷണങ്ങളും ഒത്തുചേർന്ന ആലിമീങ്ങളാണ് യഥാർത്ഥത്തിൽ അമ്പിയാക്കളുടെ അനന്തരാവകാശികൾ എന്ന് പറയുന്നത്. അങ്ങനെ ആവാനാണ് നമ്മളൊരു ശ്രമം നടത്തേണ്ടത്. ഇൽമും ഇൽമിന്റെ അഹലുകാരും ഏതു കാലത്തും രക്ഷപ്പെടും. ഈ വഴിയിലേക്ക് ബന്ധപ്പെടുന്ന എല്ലാവരും രക്ഷപ്പെടും. ഞാന് അല്പം തമാശ ചേർത്തിട്ട് പ്രസംഗിക്കുമ്പോ ഒരു കാര്യം പറയലുണ്ട്. ഈ ശവ്വാൽ മാസമായി കഴിഞ്ഞാല് ദർസുകളൊക്കെ തുറക്കണ സമയമാണ്. അങ്ങനെ ദർസൊക്കെ തുറക്കണ സമയത്ത്
പല സ്ഥലത്തേക്കും ക്ലാസ്സിന് വിളിക്കും, ദർസിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഒന്ന് 2 വാക്ക് പറയണം എന്ന് പറയും. അപ്പൊ ഞാനൊരു തമാശ കൂട്ടിയിട്ടൊരു കാര്യം പറയും. SSLC ഒക്കെ കഴിഞ്ഞിട്ട് നല്ല മാർക്കൊക്കെ കിട്ടി ഒരു 3 A+ ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ബാക്കി അതിനോടാണ് ഖിയാസാക്കിങ്ങാണ്ട് കുട്ടികളെ നല്ലോണം പഠിക്കാൻ പറഞ്ഞേക്കണം. +1 +2 ഒക്കെ കഴിഞ്ഞ് ഡിഗ്രി ഒക്കെ ചെയ്ത് അങ്ങനെ വലിയ ആളായിക്കോട്ടെ. അല്ല, ഒരു 3 A+ ഒന്നും ഉണ്ടായില്ല, കഷ്ടിച്ചാണ്ട് കടന്നിട്ടുണ്ട് D+ ഒക്കെ ആയിട്ട് എന്നേ ഉള്ളൂ. എന്നാ പിന്നെ ഞാൻ അയിമ കെണിഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല, വേറെ എന്തേലും പണി നോക്കണം. അപ്പൊ നല്ലൊരു സൂപ്പർ മാർക്കറ്റ് എടുത്തിട്ട് അവിടെ കൊണ്ടാക്കാം. സൂപ്പർ മാർക്കറ്റ് കൊണ്ടാക്കിയാൽ ഒരു പ്രശ്നമുണ്ട്. ജൂനിയേഴ്സിന് ഏറ്റവും ഭാരമുള്ള ജോലികളൊക്കെ കൊടുക്കും മുതലാളിമാര്. ആദ്യം വരുന്ന ആൾക്കാണ് പഞ്ചാരച്ചാക്ക് ഏറ്റാനുള്ള ഡ്യൂട്ടിയൊക്കെ കൊടുക്കുക. കാരണം ഇതിന് പറ്റോ പറ്റൂലെന്നൊന്നും തീരുമാനമാണല്ലോ. അത് ഏത് വിഷയത്തിലുണ്ടാവും, പറ്റോ പറ്റൂലെന്ന് തീരുമാനാക്കും. അപ്പൊ ആദ്യം പഞ്ചാരച്ചാക്ക് ഏറ്റാനെ കൊടുക്കുമ്പോ പെരടി ഇങ്ങനെ കടഞ്ഞിട്ട് 4 ദിവസം നിന്നുകാണ്ട് വാപ്പാനോട് വന്നിട്ട് പറഞ്ഞു, ഇപ്പൊ ഇന്നെക്കൊണ്ട് ഈ പരിപാടി നടക്കൂല എന്ന് പറയുകയാണെങ്കിൽ പിന്നെ ആ വഴിക്ക് നോക്കണ്ട, അടുത്ത പരിപാടി കോഴിപ്പീടിയിൽ നിർത്തുക, അല്ലെങ്കിൽ മീൻ കച്ചവടത്തിനാക്കുക, അല്ലെങ്കിൽ ഇറച്ചി കച്ചവടത്തിനാക്കുക. ഒരു കുഴപ്പമില്ല കേട്ടോ, നല്ല അമലാണ്. ഇറച്ചി കച്ചവടം, മീൻ കച്ചവടം എന്നൊക്കെ പറഞ്ഞ നല്ല അമലാണ്. നല്ല മട്ടത്തിൽ കൈകാര്യം ചെയ്താൽ മതി എന്നേ ഉള്ളൂ. ഇറച്ചി കച്ചവടം ചെയ്യുന്ന ആൾക്കാരും മീൻ കച്ചവടം ചെയ്യുന്ന ആൾക്കാരും കുട്ടികളെ കെട്ടിച്ചിട്ടോ പേരേറ്റിട്ടോ കടം വരുത്താറില്ല എന്നതാണ്. നല്ലവർക്ക് ചെയ്തതാണെങ്കിൽ, നല്ല ബർക്കത്തുള്ള അമലാണ് നേരങ്ങത്ത് ചെയ്യുകയാണെങ്കിൽ. അപ്പൊ ഇറച്ചിപ്പീടി കൊണ്ടാക്കുക, കോഴിപ്പീടിയില് 4 ദിവസമൊക്കെ ഇങ്ങനെ നിന്ന് ആ ഇറച്ചി ഇങ്ങനെയാണ് വെട്ടുമ്പോ മേത്തക്ക് ചോരൊക്കെ ഇങ്ങോട്ട് തെറിക്കും. 2 ദിവസം തിരക്കുണ്ടാവില്ല. ഒരു 4 ദിവസം കഴിഞ്ഞിട്ട് വാപ്പാട് വന്നിട്ട് ഇപ്പ അത് ശരിയാവില്ല എന്ന് പറയുകയാണെങ്കിൽ പിന്നെ ആ വഴിക്ക് നോക്കണ്ട, അടുത്ത പരിപാടി നോക്കുക. അടുത്ത പരിപാടി എന്താന്ന് വെച്ചാൽ വർക്ക്ഷോപ്പിൽ കൊണ്ടാക്കലാണ് പിന്നത്തെ പരിപാടി. നല്ല അമലാണ് വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞാല്. ഇവിടെ ഇപ്പോ ബഹുമാനപ്പെട്ട കാടേരി ഉസ്താദിന് നിങ്ങൾ ഒരു സ്നേഹാദരമായിട്ട് ഖാദിയര് ഹമീദ് അലി ശിഹാബ് തങ്ങൾ ഒരു ചാവി കൊടുത്തു. അത് പെരന്റെ ചാവിയല്ല, ഒരു കാറിന്റെ ചാവിയാണ്. ജീവിതത്തിന്റെ ദുർഘടമായ വഴിദൂരങ്ങളെ പെട്ടെന്ന് മറികടക്കാൻ സഹായകമാകുന്ന ഒരു വസ്തുവിനെയാണ് വാഹനം എന്ന് പറയുന്നത്. ജീവിതത്തിൽ ഒരുപാട് വഴിദൂരം പിന്നിടാനുണ്ട്. വളരെ പ്രയാസകരമായ വഴിദൂരങ്ങളെ വേഗത്തിൽ മറികടക്കാൻ പറ്റുമെന്നതാണ് വാഹനത്തിന്റെ പ്രത്യേകത. ഒരു മനുഷ്യന് 2 തരം അംഗീകാരമാണ് കിട്ടാനുള്ളത് എന്നാണ് ലോകത്ത് കിട്ടാനുള്ളത്. പ്രത്യേകിച്ച് വിജ്ഞാനത്തിന്റെ അഹലുകാർക്ക് 2 അംഗീകാരങ്ങളാണ് കിട്ടാനുള്ളത്. ഒന്ന് റെമ്യൂണറേഷൻ എന്ന് പറയും, മറ്റൊന്ന് റെക്കഗ്നേഷൻ എന്ന് പറയും. റെമ്യൂണറേഷൻ എന്ന് പറഞ്ഞ സാധനമാണ് ആ കൊടുത്ത ചാവി. റെക്കഗ്നേഷൻ എന്ന് പറഞ്ഞതാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര മുശാവറാംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടു എന്നത്. 2ഉം പൂർത്തീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ കൊടുത്ത സമ്മാനം വളരെ ഉഷാറായിട്ടുണ്ട്. ഞാൻ അതിനെ അതിരറ്റ് അഭിനന്ദിക്കാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വാഹനം ഓടിച്ചിരുന്നു. അക്കാലത്തെ വാഹനമായ കുതിരയെയും കഴുതയെയും ഒട്ടകത്തെയും ഓടിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വാഹനത്തിൽ യാത്ര ചെയ്തിട്ടുണ്ട്. വാഹനവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ മുസ്തഫ നബി തങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട്. വാഹനമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വാഹനം വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. നല്ല ഒരു ഹദിയയായിട്ടുണ്ട് നിങ്ങൾ നൽകിയിട്ടുള്ള സംഭാവന, നിങ്ങൾ നൽകിയിട്ടുള്ള സമ്മാനം, നിങ്ങൾ നൽകിയിട്ടുള്ള ഹദിയ എന്ന് സാന്ദർഭികമായി ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അപ്പൊ അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നമ്മളെല്ലാവരും ജീവിതത്തിൽ ഹബീബുനാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മാതൃകയാക്കി മുന്നോട്ട് പോവേണ്ടതുണ്ട്. ഒരുപാട് ആളുകൾ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണത് എന്താ വെച്ചാല്, വർക്ക്ഷോപ്പ് കൊണ്ടാക്കിയ ഒരു പ്രശ്നമില്ല, മേത്ത് കരിയാവുന്ന മാത്രമേ ഉള്ളൂ. പക്ഷെ ചിലർക്ക് പറ്റൂല. മേത്ത് കരിയായാല് വാപ്പാനോട് വന്നിട്ട് പറഞ്ഞു, വാപ്പാ ഇന്നെ കൊണ്ട് ആ പരിപാടി പറ്റും തോന്നുന്നില്ല, വേറെന്തേലും നോക്കാന്ന് പറഞ്ഞാല് അവസാനത്തെ പണി എന്നുള്ള നിലയില് ഓതാൻ കൊണ്ടാക്കുക ദർസില്. ഒരു കുഴപ്പമില്ല, ജിഫ്രി തങ്ങൾ പറഞ്ഞത് റെഡിയാണ്, ബുദ്ധിയുള്ളവരാണ് ഈ വിഷയത്തിൽ ഏറ്റവും മുമ്പന്തിയിലേക്ക് പോവുക. പക്ഷെ ബുദ്ധി ഇല്ലാത്തവർക്ക് വലിയ മാറ്റം ഉണ്ടാവും. ഒന്നിനും പറ്റൂല എന്ന് ബോധ്യപ്പെട്ടാൽ അവസാനം ദർസക്ക് ഓതാൻ കൊണ്ടാക്കുക. ഒരു 2 കൊല്ലം എങ്ങനെയാണ്ട് ഓതാൻ പോയി, വെള്ളത്തുണിയും വെള്ളക്കുപ്പായൊക്കെ ഇട്ട് തൊപ്പിയും തലയെക്കെട്ടൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെയാണ് നടന്ന് 2 കൊല്ലം അല്ലെങ്കിൽ 3 കൊല്ലം കഴിഞ്ഞ് റമദാനിലെ ലീവില് നാട്ടിൽ വന്നിട്ട് തറാവീ നിസ്കാരം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ജുമാ നിസ്കാരം കഴിഞ്ഞിട്ടോ അങ്ങോട്ട് നീച്ചിന്നിട്ടോ ഒരു 2 വർത്താനാണ് പറഞ്ഞാല് വലിയ വലിയ ആൾക്കാരൊക്കെ മൂക്കത്ത് വിരൽ വെച്ച് ഇരുന്ന് കേൾക്കാന്നല്ലാതെ വേറൊരു നിർവാഹം ഉണ്ടാവില്ല. ഒന്നിനും പറ്റൂല എന്ന് കരുതിയ ചെങ്ങായി
ഈ തരത്തിലേക്ക് മാറിയതിന്റെ പിന്നിലെ രഹസ്യം എന്താണ് എന്നതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ഈ ഒരു രൂപത്തിൽ മാറ്റം ഉണ്ടായല്ലോ. 2 കാരണങ്ങളെ കൊണ്ടാണ് ആ മാറ്റം ഉണ്ടായിട്ടുള്ളത്. ഒന്ന്, സ്വാലിഹീങ്ങളുമായുള്ള സഹവാസം കിട്ടിയിട്ടുണ്ട് എന്നതാണ്. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും മുത്തഅല്ലിമീങ്ങൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്, പള്ളിയിൽ കുറച്ച് കാരണവന്മാരുണ്ടാവും, കുറച്ച് പ്രായമായ ആൾക്കാരുണ്ടാവും. പക്ഷെ അവരുടെ മനസ്സിൽ ഒരു ചിന്തയുണ്ട്. ആ ചിന്ത വളരെ പ്രധാനമാണ്. സംഗതി പള്ളിയിൽ 5 വക്തിനും വരുന്ന കുറച്ച് കാരണന്മാര് പിന്നെ ഹൗദെന്ന് വെള്ളം മുക്കിയാലും പ്രശ്നമുള്ളവരുണ്ടാവും, മുക്കിയില്ലെങ്കിലും പ്രശ്നമുള്ളവരുണ്ടാവും. ഹൗദെന്ന് വെള്ളം മുക്കി കാൽമക്കൂടെ പാർന്നാല് അള്ളാന്റെ പള്ളിയിലത്തെ ഹൗദത്തെ വെള്ളം മുഴുവൻ മുക്കി കാൽമക്കൂടി ഒഴിക്കുക പ്രശ്നമാവും. എന്നാ ഒരാൾ വെള്ളം പാരാതെ കയറിയാൽ പടച്ചോന്റെ പള്ളിക്ക് കാലെഗാതെ കയറിയേ എന്ന പ്രശ്നമാവും. അപ്പൊ മുക്കിയാലും പ്രശ്നമാണ്, മുക്കിയില്ലെങ്കിലും പ്രശ്നം. അങ്ങനെയൊക്കെ ആണെങ്കിലും ഓൽക്കൊരു കൽബുണ്ട്. ആ കൽബ് എന്താ വെച്ചാല് നന്നാവണം എന്ന കൽബാണ്. ആ കൽബാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞത്. സംഗതി കുറച്ച് വൈകിട്ടാണ് വിവേകം ഉണ്ടായിട്ടുള്ളതെങ്കിലും നന്നാവണമെന്ന് തീരുമാനിച്ചല്ലോ. ആ തീരുമാനം വന്നാൽ തന്നെ ഓ നല്ല മനുഷ്യനായി തീരും. അങ്ങനെ തീരുമാനമെടുത്ത, അതാണ് ഞാൻ സ്വാലിഹീങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള കുറച്ച് സ്വാലിഹീങ്ങളുടെ സഹവാസവും ഓലപ്പുള്ള ജമാഅത്തും ഓലപ്പുള്ള ഒരു ഹദ്ദാദും ഇങ്ങനെയുള്ള നല്ലവരുമായിട്ടുള്ളൊരു സഹവാസം കിട്ടുന്നു എന്നതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, മനസ്സറിഞ്ഞു നൽകുന്ന ഭക്ഷണം കഴിക്കാൻ കഴിയും എന്നതാണ്. അത് വളരെ പ്രധാനമാണ്. ഭക്ഷണം ഹലാലായാൽ പോരാ മനുഷ്യൻ നന്നാവാന്. ഭക്ഷണം തൊയ്യിബായിരിക്കണം. ഒരിക്കലും ഭക്ഷണം ഹലാലായാൽ പോരാ, ഭക്ഷണം തൊയ്യിബാവണം. എല്ലാ ഹലാലുകളും തൊയ്യിബാവൂല. എല്ലാ തൊയ്യിബും ഹലാലായിരിക്കും. ഉമൂമു ഖുസൂസ് മിൻ വജ്ഹിയാണ്. എല്ലാ തൊയ്യിബും ഹലാലാണ്. പക്ഷെ എല്ലാ ഹലാലും തൊയ്യിബായിക്കോണമെന്നില്ല. കമ്മിറ്റിക്കാര് നിയമം പാസാക്കി മഹല്ലിലെ എല്ലാ പെരയിലും ചെലവ് തന്നേ പറ്റൂ, അല്ലെങ്കിൽ മയ്യത്ത് കൊണ്ട് കൊണ്ടുവരാൻ പാടില്ല നിയമം പാസാക്കിയാൽ ചിലവർ ഇടങ്ങേറായിട്ട് എന്താ കാട്ടുക എന്നൊക്കെ വിചാരിച്ചു കണ്ട് കൊടുക്കും. സംഗതി അത് ഹലാലാണ്, പക്ഷെ തൊയ്യിബാവൂല. തൊയ്യിബാകണമെങ്കിൽ മനസ്സറിഞ്ഞ് തൃപ്തിപ്പെട്ടു തരുന്നതായിരിക്കണം. ഭാഗ്യം കൊണ്ട് മുത്തഅല്ലിമീങ്ങൾ, ആലിമീങ്ങൾ, പള്ളി ദർസിൽ പഠിക്കുന്നവർ മനസ്സറിഞ്ഞ് ഇഷ്ടപ്പെട്ടു തരുന്ന ഭക്ഷണം കഴിക്കുന്നു എന്നുള്ളത് വലിയൊരു പ്രത്യേകതയാണ്. ഭൗതികമായ ഏത് സ്ഥാപനത്തിൽ പോയാലും, ഏത് കോളേജിൽ പോയാലും, ഏത് സംവിധാനം ഉപയോഗപ്പെടുത്തിയാലും ഹറാമും ഹലാലും ഇടകലർന്ന ഭക്ഷണമല്ലാതെ കഴിക്കാൻ കഴിയില്ല. ഹലാലായ തൊയ്യിബായ മനസ്സറിഞ്ഞ് നൽകുന്ന അഭിമാനമുള്ള ഭക്ഷണം കഴിക്കുന്നു എന്നതാണ് ജീവിതത്തിലെ ഈ മാറ്റത്തിന്റെ ഒരു കാരണം. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, എന്റെ ശബ്ദം ശ്രവിക്കുന്നവരെ, നമ്മളൊക്കെ തൊയ്യിബായ ഭക്ഷണം കഴിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം.